വ്യാജ പണയക്കാർഡ് നിർമ്മിച്ച് കോഴിക്കോട് സ്വകാര്യ ബാങ്കിനെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് മുങ്ങി. പട്ടാപ്പകൽ നടുറോഡിൽ വെച്ചായിരുന്നു ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണമടങ്ങിയ ബാഗ് കവർന്ന് ഷിബിൻ ലാൽ എന്നയാൾ മുങ്ങിയത്. അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് സ്വർണ്ണപ്പണയം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇസാഫ് ബാങ്കിനെ സമീപിച്ചായിരുന്നു ഷിബിൻ ലാൽ കവർച്ചയ്ക്ക് കളമൊരുക്കിയത്. ഇത് വിശ്വസിച്ച ബാങ്ക് ജീവനക്കാർ ബാഗിൽ പണവുമായി ഇറങ്ങുമ്പോഴായിരുന്നു കവർച്ച. അത് 51 ലക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതല്ല എന്ന് പറഞ്ഞു. അവർ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മുത്തൂറ്റുകാർ വന്നു. നിങ്ങളിങ്ങനെ ഷിബിൻലാലിന് വലിയ ലോൺ കൊടുത്തതിനോ ചോദിച്ചു. അവരോടും പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങളങ്ങനൊന്നും കൊടുക്കാറുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് രാവിലെയാണ് ഇസാക്ക് ബാങ്കിൻ്റെ 2 ആൾ വന്നിട്ട് പറഞ്ഞ് ഷിബിൻലാലിൻ്റെ ലോൺ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വരുന്നത് ഓടിപ്പോയതാണ്. പിന്നെ ഞങ്ങളൊന്നും അറിയില്ല. ഇസാക്കാർ അത് ഒന്ന് അന്വേഷിക്കണമായിരുന്നു വന്നിട്ട്, ഇത് ശരിയാണോ ഇങ്ങനെ ഇടപാട് നടത്തി. ഇവരൊക്കെ അവൻ്റെ വീട് വരെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. മുത്തൂറ്റുകാരും ഒക്കെ അവൻ്റെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യാജ പണയക്കാർഡ് നിർമ്മിച്ചാണ് കോഴിക്കോട് സ്വകാര്യ ബാങ്കിനെ ഇപ്പോൾ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത് യുവാവ് മുങ്ങിയിരിക്കുന്നത്. പട്ടാപ്പകൽ നടുറോഡിൽ വെച്ചായിരുന്നു ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണമടങ്ങിയ ബാഗ് കവർന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം. പണക്കടവ് റോഡിലുള്ള അക്ഷയ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 38 ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്നും അത് ഇസാഫ് ബാങ്കിലേക്ക് 40 ലക്ഷം രൂപയ്ക്ക് മാറ്റിവെക്കാം എന്നുമായിരുന്നു പ്രതി ഈ ഇസാഫ് ബാങ്ക് ജീവനക്കാരെ അറിയിച്ചത്. അതേ തുടർന്ന് പ്രതി 40 ലക്ഷം രൂപയുമായി എത്തണം എന്ന് ഇസാഫ് ബാങ്ക് ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസാഫ് ജീവനക്കാരനായിട്ടുള്ള അരവിന്ദ് അവിടെ 40 ലക്ഷം രൂപ അടങ്ങിയ ബാഗുമായി എത്തിയത്. ശരി, ഏതായാലും അന്വേഷണം ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.